ഒന്നാമത്തെ ചോദ്യം, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ അവസാനിപ്പിച്ച് എല്ലാ സമുദായങ്ങളിൽ നിന്നുമുള്ള ഭക്തർ ആദ്യമായി പ്രവേശിച്ച കാസർഗോഡ് ജില്ലയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം ഏതാണ്? ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ അവസാനിപ്പിച്ച് എല്ലാ സമുദായങ്ങളിൽ നിന്നുമുള്ള ഭക്തർ ആദ്യമായി പ്രവേശിച്ച കാസർഗോഡ് ജില്ലയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് പീലിക്കോട് രയരമംഗലം ക്ഷേത്രം. പീലിക്കോട് രയരമംഗലം ക്ഷേത്രം. സീറോ പോവേർട്ടി ദൗത്യത്തിന് ഡോക്ടർ അംബേദ്കറുടെ പേര് നൽകുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? സീറോ പോവർട്ടി ദൗത്യത്തിന് ഡോക്ടർ അംബേദ്കറുടെ പേര് നൽകുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ ഉത്തരം എന്താണ്? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശാണ് സീറോ പോവർട്ടി ദൗത്യത്തിന് ഡോക്ടർ അംബേദ്കറുടെ പേര് നൽകുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം. അടുത്ത ചോദ്യം, ഇന്ത്യൻ റെയിൽവേ ട്രാൻസ്പോർട്ട് ഡേ ആചരിക്കുന്ന തീയതി ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ട്രാൻസ്പോർട്ട് ഡേ ആചരിക്കുന്ന തീയതി ഏപ്രിൽ 16. ട്രാൻസ്പോർട്ട് ഡേ ഇന്ത്യൻ റെയിൽവേ ആചരിക്കുന്ന തീയതി ഏപ്രിൽ 16. അടുത്ത ചോദ്യം, 13 രാജ്യങ്ങളിൽ നിന്നുള്ള 27 അംഗ പ്രതിനിധി സംഘത്തിന് ആദ്യമായി പഠനയാത്ര സംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ്? 13 രാജ്യങ്ങളിൽ നിന്നുള്ള 27 അംഗ പ്രതിനിധി സംഘത്തിന് ആദ്യമായി പഠനയാത്ര സംഘടിപ്പിച്ച സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാന. അടുത്ത ചോദ്യം, ഉഡാൻ പദ്ധതി പ്രകാരം മുംബൈയിലേക്ക് വിമാന സർവീസുകൾ ആരംഭിക്കുന്നതിനൊപ്പം ഏത് വിമാനത്താവളമാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ഉദ്ഘാടനം ചെയ്തത്? അത് അമരാവതി വിമാനത്താവളമാണ്. ഉഡാൻ പദ്ധതി പ്രകാരം മുംബൈയിലേക്ക് വിമാന സർവീസുകൾ ആരംഭിക്കുന്നതിനൊപ്പം ഏത് വിമാനത്താവളമാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ഉദ്ഘാടനം ചെയ്തതെന്ന് വെച്ചാൽ ഉത്തരം എന്താണ്? അമരാവതി വിമാനത്താവളം. അമരാവതി വിമാനത്താവളം. അടുത്ത ചോദ്യം, ബംഗാൾ ഗവർണർ ആരാണ്? ബംഗാൾ ഗവർണർ ആരാണ്? ഡോക്ടർ CV ആനന്ദബോസ്. ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ്. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പശ്ചിമ ബംഗാൾ ഗവർണറാണ് ഡോക്ടർ CV ആനന്ദബോസ്. ബംഗാൾ ഗവർണർ ആരാണ്? ഉത്തരം എന്താ? ഡോക്ടർ CV ആനന്ദബോസ് ആണ്. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പശ്ചിമ ബംഗാൾ ഗവർണറാണ് ഡോക്ടർ CV ആനന്ദബോസ്. അടുത്ത ചോദ്യം, അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച മുംബൈ ഭീകരാക്രമണ ഗൂഢാലോചന പ്രതി തഹാവൂർ റാണയെ ചോദ്യം ചെയ്തത് ആരാണ്? അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച മുംബൈ ഭീകരാക്രമണ ഗൂഢാലോചന പ്രതി തഹാവൂർ റാണയെ ചോദ്യം ചെയ്തത് DIG ജയ റോയിയാണ്. DIG ജയ റോയി ആണ് മുംബൈ ഭീകരാക്രമണ ഗൂഢാലോചന പ്രതി തഹാവൂർ റാണയെ ചോദ്യം ചെയ്തത്. അടുത്ത ചോദ്യം, കക്കാടംപൊയിൽ കുരിശുമല ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കക്കാടംപൊയിൽ കുരിശുമല ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട്. അടുത്ത ചോദ്യം, DRDO വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബ് ഏതാണ്? DRDO വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബാണ് ഗൗരവ്. DRDO വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബാണ് ഇത് ഗൗരവ് എന്ന് പറയുന്നത്. DRDO വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബാണ് ഇത് ഗൗരവ്. താങ്ക് യു.